ഹലോ മൈജേഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന മന്തിയാണ് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. ഷോപ്പിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ വളരെ ഈസിയായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. എരിവുള്ള മുളകായതുകൊണ്ട് ഞാൻ 3 മുളക് എടുത്തിട്ടുള്ളൂ. 2 പൊള വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി. ചിക്കൻ്റെ സ്റ്റോക്ക് 2 ബോക്സ് എടുത്തിട്ടുണ്ട്. 4 ക്യൂബ്സ് ഉണ്ടാവും. അതാദ്യം നമുക്കൊന്ന് കൈകൊണ്ട് ഉടച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ മന്തി. നമുക്ക് ഷോപ്പിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം. ബിരിയാണി ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും മന്തിക്ക് ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്യുകയാണ്. നമ്മൾ ചിക്കന് നല്ല കളറായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചിക്കനും റൈസും മിക്സ് ആക്കുമ്പോൾ റൈസിലും തന്നെ ഈ റെഡ് കളർ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ശേഷം പൊടിക്കാത്ത കുരുമുളകും പച്ചമല്ലിയും ചേർത്ത് കൊടുക്കുക. കുറച്ച് മതി, ഒരുപാട് വേണ്ട. പച്ചമല്ലിയും കുരുമുളകും ചിക്കൻ വേവിച്ചെടുക്കുമ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി ചിക്കൻ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1 ഹവറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ ചിക്കനിലേക്ക് മസാല നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ചിക്കന് വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഇനി ഇത് മാറ്റി വെക്കാം. ശേഷം റൈസ് ഞാൻ 1 ഹവർ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. റൈസ് വേവിക്കാനുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തിളച്ചതിൻ്റെ ശേഷം റൈസ് ഇട്ട് കൊടുക്കാം. 1 ഹവർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ വേവിക്കാനായിട്ട് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ദമ്മിടുന്ന സമയത്തും ചിക്കന് വേവാൻ സാധ്യതയുണ്ട്, അപ്പോൾ ഉടഞ്ഞു പോവും. റൈസും മസാലയൊക്കെ മിക്സാക്കി എടുക്കുമ്പോൾ ചിക്കന് ഉടഞ്ഞു പോവാതെ തന്നെ ശ്രദ്ധിക്കണം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ്. ഞാനിത് പാനിൽ നിന്ന് ഒരു ചെമ്പട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട്. മറിക്കാനൊക്കെ റിസ്ക് ആയപ്പോൾ മാറ്റിയതാണ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എളുപ്പമാവും മറിക്കാനൊക്കെ. ഇനി എല്ലാം ഒന്ന് മറിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മന്തിക്കുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പുറത്ത് വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ശേഷം കുറച്ച് ഏലക്കായും പട്ടയും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ റൈസ് നല്ലോണം തിളച്ചിട്ടുണ്ട്. തിളച്ചാൽ വേവുന്ന റൈസാണിത്. ഒരുപാട് വേവിച്ചാൽ ഇത് നുറുങ്ങി പോകും. എന്നിട്ട് നമുക്കിത് ഊറ്റിയെടുക്കാം. ഇപ്പോൾ ഊറ്റിയെടുത്തിട്ടുണ്ട്. ശേഷം ഒരു പാത്രത്തിൽ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തേക്കണേ, കണലിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം പുകയാനാണ് ഓയിൽ കണലിട്ട് കൊടുക്കുന്നത്. ഇനി ചിക്കൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ശേഷം ആ കണലിട്ട് വെച്ചിട്ടുള്ള പാത്രം വെക്കാനായിട്ട് നമ്മളൊരു ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം. അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ആവി പോകാത്ത രീതിയിൽ മൂടി വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കുറച്ച് സമയത്തിന് ശേഷം ഞാനത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ആയാൽ റൈസ് കാണാൻ നല്ല ഭംഗിയാണ്. 3 കളറിൽ കിട്ടും. അപ്പോൾ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. 3 കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കണു. ബൈ.